അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. രണ്ട് പ്രാർത്ഥനകൾ നമ്മൾ മനസ്സിലാക്കി. പലപ്പോഴും അശ്രദ്ധ കൊണ്ടാണ് പല നന്മകളും നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥനകളുടെ വിഷയത്തിൽ. മഴക്കാലമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അല്ലാഹുവേ, ഈ മഴ അത് ഉപകാരപ്രദമാക്കണേ എന്ന്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയം ഓരോ ഗ്രാമങ്ങളിലും മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്രത്തോളം നമ്മൾ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കാറുണ്ട്? ഒന്ന് ശ്രദ്ധിച്ചാൽ ആ പ്രാർത്ഥനയുടെ പുണ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യ, ജനങ്ങൾ വിസ്മരിച്ചു പോകുന്ന, ജനങ്ങൾ മറന്നു പോകുന്ന ഒരു സുന്നത്തിനെ ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് ഖൈറുകൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും പ്രാർത്ഥനകൾ എന്നുള്ളത് കേവലം പഠിച്ചു വെക്കും, അമലിലേക്ക് അത് ആളുകൾ കൊണ്ടുവരാറില്ല. അഹ്ലുസുന്നയുടെ പ്രത്യേകത, പ്രാർത്ഥന അവർ അമലാക്കുന്നവരാണ്. അവരുടെ അമലിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ അതുണ്ടാകും. അതുകൊണ്ട് തന്നെ മഴ പെയ്തിറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി സുന്നത്തുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.